കുറച്ച് ദിവസങ്ങളിലായി പല സാമൂഹ്യ മാധ്യമങ്ങളിലായ ഫേസ്ബുക്ക്, ട്വിറ്റർ, അതായത് എക്സ്, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ്, മറ്റ് മുഖ്യധാര സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഏറ്റവും കൂടുതലായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ശ്രീപതി എന്ന വനിതയുടെ വിജയത്തിനെയും അദ്ദേഹത്തിൻ്റെ നേട്ടത്തെക്കുറിച്ചുമാണ്. ആരാണ് ശ്രീപതി? ശ്രീപതി എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം. അതിനു മുമ്പായി നമ്മുടെ ചാനൽ SK പ്ലാറ്റൂൺ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ. എന്നാൽ മാത്രമേ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിന് കഴിയുമെന്നുള്ളതാണ്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഞങ്ങൾക്കറിയുന്ന തരത്തിലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഓരോ നിമിഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ വിരൽ കൊണ്ട് ഒരു സബ്സ്ക്രൈബും ഒരു ലൈക്കും തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ്. കാരണം വിത്തൗട്ട് യുവർ സപ്പോർട്ട് വി cannot go forward. So we need your support. Please support us. ഓക്കെ, എന്നാൽ നമ്മൾ നമ്മുടെ കാര്യത്തിൽ കിടക്കല്ലേ. ഓക്കെ, അതായത് തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണ് തിരുവണ്ണാമല. തിരുവണ്ണാമല എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കെല്ലാം അറിയാം, തിരുവണ്ണാമല ഒരു ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ചും അവിടെ അമ്പലങ്ങൾക്ക് ഫേമസ് ആണ്. അത്തരത്തിലുള്ള സ്ഥലമാണ് തിരുവണ്ണാമല. തിരുവണ്ണാമല എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിക്റ്റും കൂടിയാണ്. അപ്പോൾ ആ ഡിസ്ട്രിക്റ്റിലെ ഒരു സ്ഥലം, പ്രത്യേകിച്ചും വനാതിർത്തിയിലായിട്ട് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് കുറിഞ്ചിക്കുപ്പം എന്നൊരു സ്ഥലം. അപ്പോൾ ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും അവിടെയുള്ള തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ജീവിച്ചു വരുന്നത്. അതായത് നമ്മൾ പൊതുവെ അറിയുന്ന ഒരു കാര്യമാണ്, ട്രൈബ്സ് എല്ലാം തന്നെ ഏറ്റവും അധികമായിട്ട് ജീവിക്കുന്നത് വനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, ഇല്ലെങ്കിൽ വനാതിർത്തികളിലായിരിക്കും. അത് നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് തലത്തിൽ നോക്കിയാലും അത്തരത്തിലാണ് ട്രൈബ്സിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. കാരണം അവരുടെ ജീവിതം തുടങ്ങുന്നതും അവസാനിക്കുന്നതും വനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് എന്നുള്ളതാണ്. മാത്രമല്ല ട്രൈബ്സിൻ്റെ പല വിശ്വാസങ്ങളും, ഇപ്പോൾ ദൈവമായി ആയാലും പല ആചാരങ്ങളായാലും തന്നെ, ഇല്ലെങ്കിൽ അവിടെ കൾച്ചർ തന്നെ നിലനിൽക്കുന്നത് വനവുമായിട്ടാണ് എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് പലപ്പോഴും ട്രൈബ്സ് വനത്തിൽ നിന്നെല്ലാം പുറത്താക്കപ്പെട്ട അവസ്ഥകൾ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ കാണാൻ കഴിയും എന്നുള്ളതും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് ആക്ച്വലി. എനിവേ, ഇത്തരം സാഹചര്യങ്ങളിൽ നിന്നുള്ള ഒരു സാധാരണ കുടുംബത്തിൽപ്പെട്ട വല്ലികളുടെയും കാളിയപ്പൻ്റെയും രണ്ടാമത്തെ മകളായിട്ടാണ് ശ്രീപതി ജനിക്കുന്നത്. അപ്പോൾ ശ്രീപതിയുടെ കുടുംബം എന്ന് പറയുന്നത് സാധാരണ കുടുംബമാണ്, സാധാരണ ജീവിത രീതിയാണ്. ഇവർക്ക് ഒരു വീടും കുറച്ച് സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതും കുറച്ച് കാലങ്ങൾക്ക് ശേഷം ലീഗലായോ ഇല്ലീഗലായോ അവരുടെ വീടും നഷ്ടപ്പെടുകയാണ്. അപ്പോൾ ഈ ഭൂമി പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ മാത്രം പ്രശ്നമല്ലോട്ട്, ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ വേൾഡിലുള്ള പല ട്രൈബ്സിൻ്റെയും പ്രശ്നമാണ്. ഈ ട്രൈബ്സിൻ്റെ ഭൂമി ഓരോ നിമിഷവും അന്യാധീനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അത് ലീഗലായോ ഇല്ലീഗലായിട്ട്. പക്ഷെ ഇവർക്ക് വേണ്ടി, ഇല്ലെങ്കിൽ ട്രൈബ്സിന് വേണ്ടി ശബ്ദിക്കാൻ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ പലപ്പോഴും പുറം രാജ്യങ്ങളിലെ പല ന്യൂസുകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേൽ, പാലസ്തീൻ, ഇറാൻ, പാകിസ്ഥാൻ, റഷ്യ, അമേരിക്ക, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ എതിർത്തുകൊണ്ടൊക്കെ നമ്മൾ പ്രതികരിക്കാനൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള പ്രശ്നം ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ച് എന്തുകൊണ്ടും നമ്മൾ സംസാരിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു വാക്ക് പോലും പ്രതികരിക്കുന്നില്ല എന്നുള്ളത് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്കാണ്. അതിനി അധികാരത്തിലുള്ള ആൾക്കാരായാലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്യുന്ന ആരായാലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്നുള്ളത് ദാറ്റ്സ് ക്വസ്റ്റ്യൻ മാർക്കാണ്. ദാറ്റ്സ് മിസ്റ്റീരിയസ് ടു. ഓക്കെ, എനിവേ, ശ്രീപതിയുടെ മാതാപിതാക്കൾ തങ്ങളുടെ ഭൂമിയും വീടും നഷ്ടപ്പെട്ട് ജീവിക്കാൻ പോലും കഷ്ടപ്പെടുന്ന ഒരവസ്ഥ അവർക്ക് അവിടെ വരികയാണ്. തുടർന്ന് കാളിയപ്പൻ്റെ ഭാര്യയായ മല്ലികയുടെ നാടായ തിരുപ്പത്തൂരിലെ ഏലാഗിരി ഹിൽസിലേക്ക് അവർ കുടിയേറുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സെറ്റിൽ ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിലൊന്നും സെറ്റിൽ ആവുന്നില്ല. സാധാരണ ഒരു കുടുംബം എങ്ങനെ ജീവിക്കാനുള്ള സെറ്റപ്പുകളെല്ലാം വരുത്തിക്കൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവരുടെ ഡ്യൂട്ടികളെല്ലാം നോക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും കൂലിപ്പണിക്കും മറ്റുമൊക്കെ പോയിട്ടാണ് വരുമാനം എല്ലാം തന്നെ കണ്ടെത്തുന്നത്, ഇല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള സെറ്റപ്പുകളെല്ലാം അവർ കണ്ടെത്തുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് തങ്ങളുടെ മകളെ, അതായത് ശ്രീപതിയെ, പുലിയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് സ്കൂളിലേക്ക് ചേർക്കുകയാണ്. അപ്പോൾ അവിടെ ചേർത്തിട്ടാണ് അവർ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് 12ാം ക്ലാസ് വരെ അവർ ശ്രീപതിയെ പഠിപ്പിക്കുന്നുണ്ട്. ശ്രീപതിയുടെ ഈ പഠന കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും 1 മുതൽ 12ാം ക്ലാസ് വരെയുള്ള കാലഘട്ടത്തിൽ ശ്രീപതി വെൽ ടാലൻറ്റഡ് ആയിരുന്നു, പ്രത്യേകിച്ചും വിദ്യാഭ്യാസത്തിൽ, പഠനത്തിൽ. അപ്പം അതുകൊണ്ട് തന്നെ ശ്രീപതിക്ക് +2 വളരെ നല്ല രീതിയിൽ
മാർക്ക് എടുത്തുകൊണ്ട് തന്നെയാണ് ശ്രീപതി പാസ്സായിട്ടുള്ളത്. അങ്ങനെ തുടർ പഠനത്തിനായിട്ട് അവരുടെ ഗ്രാമത്തിൽ നിന്ന് 250 കിലോമീറ്റർ അകലെയുള്ള ചെന്നൈയിലേക്ക് അവർ വരികയാണ്. അപ്പോൾ അവിടെ നിയമം പഠിക്കണമെന്നത് ശ്രീപതിക്ക് വളരെ താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ അവർ ഡോക്ടർ BR അംബേദ്കർ ലോ കോളേജിലേക്ക് ചേരുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് ശ്രീപതി തൻ്റെ ഡിഗ്രി പാസ്സാവുകയാണ്. തുടർന്ന് അതിനുശേഷം കുറച്ചു കാലം ശ്രീപതി വീട്ടിലിരിക്കുകയും തുടർന്ന് അതിൻ്റെ ഇടയ്ക്ക് ശ്രീപതിക്ക് കല്യാണം നടക്കുകയും ചെയ്യുന്നുണ്ട്. കല്യാണം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ സാധാരണ കുടുംബത്തിൽ, അതായത് സാധാരണ പാരൻസ്, അവരുടെ ചിന്താഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരു +2 പാസ്സായി കഴിഞ്ഞ ഉടനെ അവരെ കല്യാണം കഴിപ്പിച്ച് വേറൊരു വീട്ടിലേക്ക് അയക്കണം എന്നാണ് അവരുടെ വിചാരം. എന്ന് പറഞ്ഞാൽ അത് കുക്ക് മീൻസ് കിച്ചണിൽ മാത്രമേ ജീവിച്ചാൽ മതി എന്നൊരു കൺസെപ്റ്റിൽ ജീവിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയ്ക്ക്. പക്ഷെ എന്നാൽ ഇതെല്ലാം തന്നെ അവരുടെ തെറ്റല്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ ഈ കൾച്ചർ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയല്ല. ഇന്ന് നമ്മൾ ജീവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വാലിറ്റിയുടെ കൺസെപ്റ്റാണ്. ആണുങ്ങൾക്ക് എത്രത്തോളം ഈക്വാലിറ്റി ഉണ്ടോ അത്രത്തോളം ഈക്വാലിറ്റി സ്ത്രീകൾക്കും കൊടുക്കണം എന്നുള്ളതാണ്. ക്ഷമിക്കണം, സ്ത്രീകൾക്ക് ഈക്വാലിറ്റി കൊടുക്കേണ്ടതല്ല, അവർക്കും ഈക്വാലിറ്റി ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പാരൻസ് പെൺമക്കളെ മനസ്സിലാക്കണം. പ്രത്യേകിച്ചും അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഫീലിങ്സും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്യണം. പെൺകുട്ടികൾ പല ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ പലപ്പോഴും ഈ കല്യാണത്തിൻ്റെ പേരിൽ അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുന്ന ഒരു അവസ്ഥ പലപ്പോഴും കാണാറുണ്ട് എന്നുള്ളതാണ്. ചില പെൺകുട്ടികളൊക്കെ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ഇല്ലെങ്കിൽ അതാവണം ഇതാവണം, അങ്ങനെ വലിയ ബിഗ് ഡ്രീംസാണ് അവർക്കുള്ളത്. പക്ഷേ ഈ കല്യാണത്തിൻ്റെ പേരിൽ പലപ്പോഴും ഇതെല്ലാം ബ്ലാസ്റ്റ് ആവുകയാണ്. അപ്പം അത് നമ്മൾ ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എനിവേ ലെറ്റ്സ് ഗോ ടു ദി മാച്ച് ഓൺ. ശ്രീപതിയെ വിവാഹം ചെയ്തിട്ടുള്ളത് വെങ്കിട്ടരാമൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹം 108 ആംബുലൻസ് ഡ്രൈവറാണ്. അപ്പോൾ ഇവരുടെ പ്രണയം എന്ന് പറയുന്നത് ഡിഗ്രി പഠിക്കുന്ന സമയത്താണ്. അപ്പം അങ്ങനെ പ്രണയത്തിലാവുകയും വീട്ടിലറിയിക്കുകയും പിന്നീട് വിവാഹം ചെയ്യിപ്പിക്കലാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ശ്രീപതി തമിഴ്നാട് സർക്കാർ നടപ്പിലാക്കുന്ന TNPSC പ്രത്യേകിച്ചും ജഡ്ജ് ആകുന്നതിനുള്ള ടെസ്റ്റിന് അപേക്ഷിക്കുകയും തുടർന്ന് അതിനുള്ള പരിശീലന പരിപാടികൾ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. പരിശീലന പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തെവിടെയും പോയി പഠിക്കുന്നില്ല കേട്ടോ. സ്വന്തമായിട്ട് യൂട്യൂബും ഇല്ലെങ്കിൽ മറ്റു മീഡിയകളെല്ലാം നോക്കിയും റെഫർ ചെയ്തുമാണ് ശ്രീപതി ഈ എക്സാമിനുള്ള പരിശീലനം ചെയ്യുന്നത്. ശ്രീപതിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നത് ശ്രീപതിയുടെ ഭർത്താവും ശ്രീപതിയുടെ പാരൻസുമാണ്. പൊതുവെ ഒരു വീട്ടിലേക്ക് വിവാഹം ചെയ്തു പോകുന്ന യാതൊരു പെൺകുട്ടികൾക്കും ഭർത്താവ് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പാരൻസോ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ പാരൻസോ പോലും ചെയ്തു കൊടുക്കാറില്ല എന്നുള്ളതാണ്. അത് നമുക്ക് കാണാനും കഴിയും പല സ്ഥലങ്ങളിലും. എന്നാൽ സ്ത്രീകളെ മനസ്സിലാക്കിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പെൺകുട്ടികളെ മനസ്സിലാക്കുന്ന ഭർത്താക്കന്മാരോ അല്ലെങ്കിൽ പാരൻസുകളോ ആണ് പൊതുവെ ഇത്തരത്തിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത്. പലപ്പോഴും ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ പാരൻസ് പറയുന്നത് നീയൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, നീ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കിയും കുട്ടികളെ നോക്കിയും വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്ന ആൾക്കാരാണ് അധികവും നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ആൾക്കാർ ശ്രീപതി പോലുള്ള അല്ലെങ്കിൽ ശ്രീപതിക്ക് കിട്ടിയ ഭർത്താക്കന്മാരെ പോലുള്ള ആൾക്കാർ വളരെ വിരളമാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു കോമ്പിനേഷനുള്ള ആൾക്കാർ ഒരുമിക്കുക എന്നുള്ളത് ദാറ്റ് ഈസ് ഗ്രേറ്റ് ആണ്. അങ്ങനെ എക്സാമിന് തയ്യാറെടുക്കുന്ന ശ്രീപതി അതിൻ്റെ ഇടയ്ക്ക് ഗർഭിണിയാകുകയും തുടർന്ന് പ്രസവത്തിനുള്ള സമയം എത്തുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെയാണ് തമിഴ്നാട് സർക്കാരിൻ്റെ TNPSC എക്സാം എഴുതുന്നതിനുള്ള സമയം അടുക്കുന്നത്. അപ്പോൾ ശ്രീപതി ആകെ പേടിക്കുകയാണ്, ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം എനിക്ക് എഴുതാൻ കഴിയുമോ എന്ന്. അപ്പം അങ്ങനെ ശ്രീപതി തിരുവണ്ണാമലയിലെ സർക്കാർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും സിസേറിയൻ മുഖേന കുഞ്ഞിന് ജന്മം നൽകുകയും അങ്ങനെ 2 ദിവസം കഴിഞ്ഞ എക്സാമാണ്. അപ്പം അതിനായിട്ട് ഡോക്ടർമാരുടെ പെർമിഷൻ ചോദിക്കുകയാണ്. ഡോക്ടർമാരാണെങ്കിൽ സിസേറിയനും ചെയ്യുന്നത് കൊണ്ട് പിന്നെ അതുപോലെ തന്നെ ബ്ലീഡിംഗ് ഒക്കെയാണ്. അപ്പം അതുകൊണ്ട് സമ്മതിക്കുന്നില്ല. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ശ്രീപതിയുടെ ഭർത്താവ് ഇടപെടുകയും കാര്യങ്ങളെല്ലാം സെറ്റാക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ 2 ദിവസത്തിന് ശേഷം ശ്രീപതി ചെന്നൈയിലേക്ക് വരികയും ചെന്നൈയിൽ വെച്ചിട്ട് തമിഴ്നാട് സർക്കാർ നടത്തുന്ന TNPSC നീതിപതിക്കായുള്ള എക്സാം എഴുതുകയും തുടർന്ന് പാസ്സാവുകയുമാണ്. പാസ്സാവുന്ന വെച്ചാൽ റാങ്കോട് കൂടി പാസ്സാവുകയാണ് ചെയ്യുന്നത്. വരുന്ന 6 മാസക്കാലം എന്ന് പറയുന്നത് ശ്രീപതിക്ക് ജഡ്ജ് ആകുന്നതിനുള്ള പരിശീലന സമയമാണ്. ഈ സമയം കഴിഞ്ഞ ഉടനെ ശ്രീപതി തമിഴ്നാട്ടിൽ തന്നെ ജഡ്ജാകുന്ന പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആദ്യത്തെ വ്യക്തി എന്ന ഒരു അഭിമാനവും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീപതി കുഞ്ഞുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ പലപ്പോഴും പല സോഷ്യൽ മീഡിയകളിലൂടെയും ഇത്രയധികം ശ്രദ്ധ ആകർഷിക്കുകയും പല അഭിനന്ദന പ്രവാഹങ്ങൾക്ക് കാരണമായിരിക്കുകയും ചെയ്യുന്നത്. തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി MK സ്റ്റാലിനും
ഉദയനിധി സ്റ്റാലിനും മറ്റു VIP-കളും എല്ലാം തന്നെ ആശംസകൾ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല സിനിമ വേൾഡിൽ തന്നെ ഒരുപാട് VIP-കളും ആശംസകൾ അറിയിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും GV പ്രകാശ് തുടങ്ങിയ ആൾക്കാർ. എനിക്കൊന്നേ പറയാനുള്ളൂ, காசு இருந்தாலும் எடுத்துக்குவானுங்க, பூமி இருந்தாலும் பிடுங்கிக்குவாங்க. ஆனால் படிப்பு இருந்தால் மட்டும் எவனாலே ஒன்றும் பிடுங்க முடியாது. ഇത് ഞാൻ പറഞ്ഞൊരു ഡയലോഗല്ല, അസുരൻ സിനിമയിൽ ധനുഷ് പറഞ്ഞൊരു ഡയലോഗാണ്. ദാറ്റ് ഈസ് ദ ട്രൂത്ത് ഓൾസോ, യുനോ. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, എഡ്യൂക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വേർ എവർ യു ആർ, ജസ്റ്റ് എഡ്യൂക്കേറ്റ് യുവർ സെൽഫ് ഫസ്റ്റ്, ദെൻ എഡ്യൂക്കേറ്റ് അതേഴ്സ്. ദാറ്റ് ഈസ് ഓൺലി വൺ തിങ് ഐ എം ഓൾവേസ് ടെല്ലിങ്. ഓക്കെ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരിക, മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു ഓൾ. താങ്ക് യു.